നമസ്കാരം, ആസ്ട്രോമുനിയിലേക്കു സ്വാഗതം. നമ്മുടെ പ്രാചീന ഭാരതീയ ശാസ്ത്രമനുസരിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ ശബ്ദരംഗങ്ങളാൽ നിർമ്മിതമാണ്. ഓരോ മനുഷ്യന്റെയും പേര് എന്നത് വെറുമൊരു അടയാളമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ചില പ്രത്യേക ഗ്രഹങ്ങളുടെ ഊർജ്ജവുമായി ബന്ധിക്കപ്പെട്ട ഒരു മന്ത്രമാണ്. ഇതിനെയാണ് നമ്മൾ നാദബ്രഹ്മം എന്ന് വിളിക്കുന്നത്. വൈദിക സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഓരോ അക്ഷരത്തിനും ഓരോ അധിപന്മാരായ ഗ്രഹങ്ങളുണ്ട്. 2026 മാർച്ച് മാസം ഗ്രഹനിലയിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ കാലയളവിൽ എ, എസ്, എം, പി, ആർ എന്നീ അക്ഷരങ്ങളിൽ പേർ തുടങ്ങുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾ ഇത്ര പ്രധാനമാകുന്നത്? എന്തൊക്കെ ജാഗ്രതകളാണ് നിങ്ങൾ പുലർത്തേണ്ടത്? ഈ മാസം നിങ്ങളുടെ ഭാഗ്യദിനങ്ങളും ഭാഗ്യനിറങ്ങളും ഏതൊക്കെയാണ്? ഇവയെല്ലാം വളരെ വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക, കാരണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാവുന്ന ചില രഹസ്യങ്ങൾ ഇതിലുണ്ട്. ആദ്യമായി എ എന്ന അക്ഷരത്തിൽ പേർ തുടങ്ങുന്നവർ. സംഖ്യാശാസ്ത്രപ്രകാരം അക്കം 1ന്റെ സ്വാധീനമുള്ള ഈ അക്ഷരത്തെ ഭരിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ ആകാശത്തിലെ രാജാവാണ്. അതുകൊണ്ട് തന്നെ എ അക്ഷരക്കാർക്ക് സ്വാഭാവികമായും നേതൃത്വഗുണവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. 2026 മാർച്ചിൽ സൂര്യന്റെ സ്ഥാനം ഉന്നതമാകുന്നതിനാൽ എ അക്ഷരക്കാർക്ക് ഔദ്യോഗിക രംഗത്ത് വൻ നേട്ടങ്ങൾ കാണുന്നു. നിങ്ങൾ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ മാസം പകുതിയോടെ അനുകൂലമായ മറുപടി ലഭിക്കും. സർക്കാർ കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. കുടുംബത്തിൽ പിതാവിൽ നിന്നോ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം: ദേഷ്യം നിയന്ത്രിക്കാൻ എപ്പോഴും ശ്രമിക്കുക. സൂര്യന്റെ തീക്ഷ്ണത നിങ്ങളെ ചിലപ്പോൾ അഹങ്കാരിയായി മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചേക്കാം. ഇത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതിനൊരു പരിഹാരമായി നമുക്ക് ചെയ്യാവുന്നത് ദിവസവും രാവിലെ ആദിത്യഹൃദയം ജപിക്കുകയോ സൂര്യഭഗവാനെ വണങ്ങുകയോ ചെയ്യുക എന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകും. നിങ്ങളുടെ ഭാഗ്യനിറം ഓറഞ്ച് അഥവാ കടും ചുവപ്പാണ്. അടുത്തത് എസ് എന്ന അക്ഷരമാണ്. വൈദിക കണക്കുകൾ പ്രകാരം അക്കം 3ൽ വരുന്ന ഈ അക്ഷരത്തെ നിയന്ത്രിക്കുന്നത് ദേവഗുരുവായ വ്യാഴമാണ്. അറിവ്, പണം, ഭാഗ്യം എന്നിവയുടെ ഗ്രഹമാണ് വ്യാഴം. എസ് അക്ഷരക്കാർ പൊതുവെ ബുദ്ധിമാന്മാരും സത്യസന്ധരുമായിരിക്കും. ഈ മാസം വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് തടസ്സപ്പെട്ടു കിടന്നിരുന്ന ധനം തിരികെ ലഭിക്കും. സാമ്പത്തിക നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം കൊയ്യാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കല്ലുകടികൾ മാറി സമാധാനം കൈവരും. അവിവാഹിതർക്ക് നല്ല ആലോചനകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ജാഗ്രത പാലിക്കണം: അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പുതിയ ബിസിനസ്സുകളിൽ പണം ഇറക്കുമ്പോൾ 2 വട്ടം ആലോചിക്കുന്നത് നന്നായിരിക്കും. ഭാഗ്യം വർദ്ധിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഭാഗ്യ തീയതികൾ 3, 12, 21, 30 എന്നിവയാണ്. 3ാമത്തെ അക്ഷരം എം ആണ്. ഇത് അക്കം 4നെ പ്രതിനിധീകരിക്കുന്നു. ഇതിന്റെ അധിപൻ രാഹു ആണ്. രാഹു എന്നാൽ ഭാവനയുടെയും അപ്രതീക്ഷിത സംഭവങ്ങളുടെയും ഗ്രഹമാണ്. എം അക്ഷരക്കാർക്ക് ഈ മാസം അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഒരുപക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ലഭിച്ചേക്കാം. വിവരസാങ്കേതികവിദ്യ, വിദേശ വ്യാപാരം, ഓഹരി വിപണി എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ഈ സമയം അതിശക്തമായ നേട്ടങ്ങൾ കാണുന്നു. പുതിയ വീട് വാങ്ങാനോ വസ്തുവകകൾ കൈമാറ്റം ചെയ്യാനോ ഈ മാസം ഉചിതമാണ്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായ സംശയങ്ങൾ മനസ്സിനെ അലട്ടാൻ അനുവദിക്കരുത് എന്നതാണ്. രാഹു നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് രാത്രിയിൽ അധികനേരം ഉറങ്ങാതിരിക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ദോഷങ്ങൾ മാറാൻ നമുക്ക് ചെയ്യാവുന്ന വഴിപാട് വൈകുന്നേരങ്ങളിൽ നാഗദൈവങ്ങൾക്ക് പ്രാർത്ഥിക്കുകയോ വിളക്ക് തെളിയിക്കുകയോ ചെയ്യുക എന്നതാണ്. ഇത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ ഭാഗ്യനിറം സിൽവർ അല്ലെങ്കിൽ ആകാശനീലയാണ്. 4ാമത്തെ അക്ഷരം പി ആണ്. വൈദിക സംഖ്യാശാസ്ത്രത്തിലെ അക്കം 8നെ സൂചിപ്പിക്കുന്ന ഈ അക്ഷരത്തിന്റെ അധിപൻ ശനിദേവനാണ്. ശനി കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും ഗ്രഹമാണ്. പി അക്ഷരക്കാർ ജീവിതത്തിൽ പൊരുതി ജയിക്കുന്നവരാണ്. 2026 മാർച്ചിൽ ശനിയുടെ സ്ഥാനം നിങ്ങൾക്ക് സ്ഥിരത നൽകും. ജോലിയിൽ നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഈ മാസം വൈകിയാണെങ്കിലും നിങ്ങളെ തേടിയെത്തും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം: മടി കാണിക്കുന്നത് നിങ്ങളുടെ വലിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ കാരണമാകും. അതുപോലെ ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത വേണം. പ്രത്യേകിച്ച് എല്ലുകൾക്കും സന്ധികൾക്കും ഉണ്ടാകുന്ന വേദനകൾ അവഗണിക്കരുത്.
ശനിയുടെ പ്രീതിക്കായി നമുക്ക് ചെയ്യാവുന്നത് ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് തെളിയിക്കുകയോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയോ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഭാഗ്യ തീയതികൾ 8, 17, 26 എന്നിവയാണ്. അവസാനമായി 6 എന്ന അക്ഷരം. അക്കം 2നെ സൂചിപ്പിക്കുന്ന ഈ അക്ഷരത്തെ നിയന്ത്രിക്കുന്നത് ചന്ദ്രനാണ്. മനസ്സിന്റെ അധിപനാണ് ചന്ദ്രൻ. 6 അക്ഷരക്കാർ വളരെ വൈകാരികമായി ചിന്തിക്കുന്നവരും കലകളോട് താൽപ്പര്യമുള്ളവരുമായിരിക്കും. ഈ മാസം നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കും. പ്രശസ്തിയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും. കുടുംബത്തോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ സാധിക്കും. അമ്മയിൽ നിന്നോ അമ്മയുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങൾക്ക് വലിയ സഹായങ്ങൾ ലഭിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഗൗരവമായി കാണണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി ഉത്കണ്ഠപ്പെടുന്നത് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കും. മാസത്തിന്റെ 2ാം പകുതിയിൽ യാത്രകളിൽ ജാഗ്രത പാലിക്കാൻ മറക്കരുത്. മനസ്സമാധാനത്തിനായി നമുക്ക് ചെയ്യാവുന്ന ലളിതമായ വഴി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയോ പാലിന്റെ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ ഭാഗ്യനിറം വെള്ളയും ഭാഗ്യ തീയതികൾ 2, 11, 20 എന്നിവയുമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട രഹസ്യമുണ്ടല്ലോ, അത് ഈ പറഞ്ഞ A, S, M, P, R എന്നീ അക്ഷരങ്ങളിൽ പേർ തുടങ്ങുന്നവർക്ക് മാത്രം ബാധകമായ ഒന്നാണ്. സംഖ്യാശാസ്ത്രം പ്രകാരം നിങ്ങളുടെ പേരിൽ ഈ പറയുന്ന അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് നിങ്ങളുടെ പേര് തുടങ്ങുന്നത് A എന്ന അക്ഷരത്തിലാവുകയും പേരിനിടയിൽ S അല്ലെങ്കിൽ R എന്നീ അക്ഷരങ്ങൾ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ മാസം ഇരട്ടി ഭാഗ്യത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു സവിശേഷ യോഗം എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ കൊണ്ടുവരും. ഇനി ഈ 5 അക്ഷരക്കാർക്കും പൊതുവായി ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ദിവസവും രാവിലെ അല്പം ശുദ്ധജലം സൂര്യഭഗവാന് അർപ്പിക്കുന്നത് ശീലമാക്കുക. അതുപോലെ തന്നെ സാധിക്കുമ്പോഴെല്ലാം ഉറുമ്പുകൾക്കോ പക്ഷികൾക്കോ കുറച്ച് ഭക്ഷണം നൽകുന്നതും നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾ നീങ്ങാൻ സഹായിക്കും. നിങ്ങളുടെ പേര് ഇതിൽ ഏത് അക്ഷരത്തിലാണ് തുടങ്ങുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാകുക.